ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ മന്നൂർക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പം മന്നൂർക്കോണം എന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പൊന്മുടി റോഡിലാണ് മന്നൂർക്കോണം. നമ്മുടെ ചുള്ളിമാനൂരൊക്കെ കഴിഞ്ഞിട്ട് 16 കല്ല് ISRO ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും മന്നൂർക്കോണം എന്ന് പറയുന്ന ജംഗ്ഷനിൽ അമാൻ തട്ടുകട എന്ന് പറയുന്ന ഈ കടയിൽ ഞാൻ നേരത്തെ പോയിട്ടുള്ളതാണ്. അതായത് ഈ നിൽക്കുന്ന മാമൻ തന്നെയാണ് ഇതിൻ്റെ ഓണർ. ഇവിടെ സാധാരണ ഒരു കൊച്ചു തട്ടുകടയാണ് കേട്ടോ. ഇവിടെ ചായ, നമ്മുടെ കോഫി, അല്ലാതെ കട്ടൻ, ഇത് കടി ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നെയ്യപ്പം, വാഴയ്ക്കപ്പം, ഉഴുന്നുവട, പരിപ്പുവട, പിന്നെ ബജി ഐറ്റംസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണ രീതിയിലുള്ള പഴയ ടൈപ്പിലുള്ള ഒരു ബെഞ്ചുണ്ട്. പിന്നെ അതല്ലാതെ 2 സ്റ്റൂളുണ്ട്. സ്റ്റൂളൊക്കെ അവർ സ്വന്തമായിട്ടൊക്കെ അടിച്ചിട്ടേക്കുന്നത്. അത്രയൊന്നും ഞാൻ പാവപ്പെട്ടവർ നടത്തുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബസ് സ്റ്റോപ്പുകളിലൊക്കെ കെട്ടിയിടുമല്ലോ, അതുപോലെ ഒരു ഇരിക്കാൻ പരുവത്തിന് ഒരു ബെഞ്ച് പോലെ അവിടെ ചെയ്തിട്ടിട്ടുണ്ട് സൈഡിലായിട്ടൊക്കെ. ഇത് നമ്മുടെ ഒരു പഴയ ഒരു ടീപ്പോയും അതാണ് ഇവിടെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒരു ചായക്ക് പറഞ്ഞു, ചായ തന്നു. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഒരു നെയ്യപ്പം അങ്ങ് എടുത്തു. അപ്പം അവർ അവിടെ നിന്ന് അത് കളിയാക്കുന്നുണ്ടായിരുന്നു. അവിടെ അവർ പറയുന്നുണ്ടായിരുന്നു, പാമോയിൽ വെച്ച് ചെയ്യുന്നതല്ലേ, ഇതിന് നെയ്യപ്പം എന്ന് പേരിടണ്ട, പാമോയിലപ്പം എന്നിട്ടാൽ പോരെ എന്നൊക്കെ അവിടെ കോമഡി ആയിട്ടൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് ശരിക്കും ബഹളമൊക്കെ. അപ്പോൾ ആ മാമൻ പറയുകയും ചെയ്തു, എങ്കിൽ പിന്നെ നമുക്കൊരു വേറെയായി ഇവിടെ പാമോയിലപ്പം കിട്ടുമെന്ന് എഴുതി വയ്ക്കാമെന്ന്. സത്യം പറഞ്ഞാൽ നെയ്യപ്പം എന്ന് പറയുന്നത് നെയ്യ് കൊണ്ട് ഉണ്ടാക്കുന്നതല്ല, ഇത് പാമോയിലാണല്ലോ പൊരിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് അവരവിടെ അങ്ങനെ പറയുന്നത്. എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോഴും നമ്മുടെ ചായയുടെ കൂട്ടത്തിൽ ആ നെയ്യപ്പം അങ്ങോട്ട് കഴിച്ചപ്പോഴത്തേക്ക് എന്താ ടേസ്റ്റ്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 3:30-4 മണിയോളം ആയി കേട്ടോ. ഞാൻ സ്കൂളോട്ടം കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന ടൈമിൽ ഇവിടെ കയറിയതാണ്. സാധാരണ ഞാൻ നേരത്തെ ഒരു ദിവസം ഇതേപോലെ സ്കൂളോട്ടം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കടയിൽ വന്നത് കേട്ടോ. അപ്പോൾ ഈ കടയിൽ അന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ എടുപ്പ് നടന്നില്ല. പിന്നെ എന്തായാലും ഇത് കിട്ടി. ഇതൊരു ഓപ്പണായിട്ടാണ് ഇവിടെ എല്ലാ പാചകവും ചെയ്യുന്ന ഓപ്പണായിട്ട്. ഇത് കണ്ടല്ലോ, എല്ലാം സ്വന്തമായിട്ടാണ് അവർ ടേബിളുകളും കാര്യങ്ങളും എല്ലാം അടിച്ചിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ റോഡിൽ കൂടെ ചേർന്നുള്ള നമ്മുടെ ഓടയിലുള്ള വാർപ്പിൻ്റെ മണ്ടയിലാണ് കേട്ടോ ഇവർ കടയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിലല്ല, അത് റോഡിൽ നിന്ന് അകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഇത് തടയാൻ, കട എടുത്ത് മാറ്റാൻ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അവർ വളരെ നീറ്റായിട്ട് ഒരു സൈഡിൽ അങ്ങിരിക്കുക ചെയ്യുന്നത്. കറക്റ്റ് വളവാണ്, പക്ഷെ വളവാണെങ്കിലും വളവിൽ നിന്ന് ഒരുപാട് അകത്തോട്ട് ചേർന്നായിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഇതൊരു ബുദ്ധിമുട്ടായി വരത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും ഈ കടയിൽ നിന്ന് സപ്പോർട്ട് ചെയ്തോണം കേട്ടോ. നല്ലൊരു കടയാണ്, നല്ല ചായയും എല്ലാം അടിപൊളി തന്നെയാണ്, നല്ല ഒരു സൂപ്പർ കട തന്നെയാണ്. അപ്പോൾ ഈ കട കണ്ട് നിങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുക. താങ്ക്സ്.